വണ്ടി കിട്ടി. വണ്ടി എടുത്തോണ്ട് പയ്യന്മാരും വന്നു, പക്ഷെ വണ്ടിയിൽ ടയറില്ല. കയ്യിലേ അങ്ങനത്തോടെ വെച്ചോ നമ്മള്. ഏതാ മൂട്? ശബരിമല മൂട്. ഡ്രസ്സൊക്കെ എടുത്ത് ഇനി നേരെ നമുക്ക് എന്തിനാണ് പരിപാടി? കുളിക്കണം, റെഡിയാവണം. 4:30 4:30 പോകുമെന്ന് പറഞ്ഞാൽ ഇതൊരു 4:30 നമ്മൾ റെഡി ആയിട്ടില്ല. വണ്ടി എവിടാ? ഇതാണ് നമ്മളിവിടുത്തെ ഡ്രൈവർ. വണ്ടിയെ കഴുകിയിട്ട് പൈസ നമ്മൾ പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. പൈസ ടാറ്റ ബൈ ബൈ വിട്ടുതരാം. പൈസ ഒന്ന് അതിന്റെ ആസ്വദിക്കാൻ നമുക്ക് പോവാം. പാട്ടൊക്കെ അങ്ങോട്ട് കസറട്ട്. ചെറുക്കന്മാരുണ്ട്. അവന്മാര് മല കയറാനില്ല. അവന്മാര് രണ്ടുപേരും മല കയറാനില്ല. അവന്മാര് ട്രിപ്പാണ്. ഒറ്റ മൈൻഡ്. കൂട്ടത്തിൽ ഒരുത്തോടെ വന്നിട്ടുണ്ട്. സ്വാമി ശരണം. നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ. ബ്ലോക്കാണ് ഇവിടെ. പാട്ടൊക്കെ തെമ്പറക്കാണ് ഇറക്കാൻ പോയി. പൈസ പെണ്ണ അടിക്കാനായിട്ട് നമ്മൾ പമ്പിലെത്തിയിട്ടുണ്ട്. പയ്യന്മാരോടെ പെണ്ണ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 1000 രൂപയ്ക്ക് എണ്ണ അടിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് ഒരുമിച്ച് അടിക്കാൻ ബാക്കി പമ്പേല അങ്ങോട്ട് എത്തുന്നില്ല. ഇവിടെ സ്കാനർ കണ്ട് ഇവിടെ നിന്ന് വേറെ ഇരുന്നുണ്ട് അങ്ങ് അറ്റത്തിരിക്കണ സ്കാനറിൽ പിടിക്കണ നടക്കുന്നില്ല. പറ്റുമോ നോക്കടാ. അതിന് എന്നെ കൊണ്ട് പറ്റും. ക്യാമറമാൻ അപ്പൊ അത് നടക്കുന്നില്ല. ചെറുക്കവിടെ പേയ്മെന്റ് ചെയ്യാണ്. പിന്നെ പമ്പിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോകണം നമ്മള്. ഇവിടെയാണ് അമ്പലം. നമുക്ക് അങ്ങോട്ട് എത്തണം. സമയം ഇപ്പൊ തന്നെ താമസിച്ച്. ഇപ്പൊ അമ്മമാര് വിളിച്ചോണ്ടിരിക്കുകയാണ്. അമ്പലം എത്തിയിട്ടുണ്ട്. അമ്പലത്തിലാണ് അമ്മമാരോടെ പോകുന്നത്. നമുക്ക് 8 പേരാണ് നമ്മൾ പോണത്. 1 2 3 4 3 പേരുണ്ട്. ബാക്കിയുള്ളവർ വരും. ഗൈസുമാരല്ലാണ്ട് വണ്ടിക്ക് ചന്ദനം അടിച്ചോണ്ടിരിക്കുകയാണ്. അടുത്ത സ്വാമിയോടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 1 5 8 സ്വാമി കറക്റ്റായി. ബാക്കിൽ എന്തൊക്കെ പരിപാടി നടക്കണുണ്ട്. എന്തിരി ഇവിടെ? ഇതെന്തിരി അത്തം പൂക്കളോ? എല്ലാരും കലാവിരുദ്ധകൾ തെരയിക്കുകയാണ് ഇവിടെ. അപ്പൊ നമ്മളല്ലാതെ വേറെ 2 പേര് മലയ്ക്ക് പോകണുണ്ട്. ഇവിടെ കുറിയടി മത്സരം കിഡ്ഡി ചെറുക്കവിടെ വന്നിട്ടുണ്ട്. കിഡ്ഡി മലയ്ക്കാണില്ലേ? അജിത് 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 സ്നാനം പരപര ഇരുട്ടി. ദീപാരാധന കഴിയാൻ വേണ്ടിയിരിക്കുകയാണ്. ദീപാരാധന കഴിഞ്ഞ ഉടനെ നമ്മളെ കെട്ടുകൊടുത്തോണ്ട് ഇറങ്ങും. കെട്ടി ഇറങ്ങും. എന്തിനാ സ്വാമിയേ സ്വാമിയേ ഇതിപ്പോ കേട്ടോ സ്വാമി നമ്മളിപ്പോ റാന്നി കഴിഞ്ഞിട്ടുണ്ട്. റാന്നി കഴിഞ്ഞു. റാന്നി ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
മലയ്ക്ക് പോകിനിടയ്ക്കുള്ള കാഴ്ചയുടെ അവ എവിടെയാടാ അവനെ ഇറക്കി വിട്ടു ഗൈസ്. അവനത് വേണം ഗൈസ്, അവനത് വേണം ഗൈസ്. സത്യം. എവിടെ പുലി പിടിച്ച ഇതില്ലേ പുലിയാ? ആരെ വിളിച്ചോണ്ടൊക്കെ വരണ്ടേ? ഇന്ന് പമ്മ ഇവിടെ റൂട്ടെങ്ക തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ യാത്ര പത്രികയാണ്. ഇപ്പൊ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ വണ്ടി ഒതുക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? ഇപ്പൊ 47 അല്ല, 43. നമ്മള് പമ്പയിലെത്തിയിട്ടുണ്ട്. വണ്ടിയുടെ എന്തെങ്കിലും സ്കീം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവന്മാരങ്ങോട്ട് പോയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ വണ്ടി ഇടാൻ പറ്റൂല്ലെങ്കിൽ ഇത്രയും ദൂരം വന്നവർ ഇത്രയും തിരിച്ചിറങ്ങി പോകേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഏതാ മൂട്? നല്ല മൂട് ചെയ്ത് ഇത്രയും മലമ്പുഴ കയറണം. നമ്മളെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവെന്നാണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നത്. പമ്പയിലെ ബസ്സും എല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമ്മളെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മളെ എത്തിയിട്ടുണ്ട്. ഇരുമുടി അവന്മാരെല്ലാം ഇരുമുടി കെട്ടെടുക്കുന്നുണ്ട്. ആ ശരി ഗൈസ് പറയണൊക്കെ ചെരുപ്പ് വരാൻ പറഞ്ഞു. പിന്നെ ചവിട്ടി നോക്കിയത് ശരി. പിന്നെ അതിട്ടേ കളിയാ. അയ്യോ സ്വാമിയെ ശരണയ്യപ്പ. നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല. തിരക്ക് കുറയാൻ വേണ്ടിയാണ് പകരമുള്ള കഴിഞ്ഞു വന്നത്. അപ്പൊ അതിലും വലിയ തിരക്ക് വിടുന്നത്. ഏതാ മൂട്? മലമൂട്. ഒറ്റമൈൻഡ് കയറി പോകാതെ നടക്കും. അതെ നടക്കും. ഇവന്മാരെ രണ്ടെണ്ണത്തിന് ഈ വണ്ടീനെ അപ്പുറത്തെ അവിടെ ഒരു സ്ഥലത്തിടാൻ പറ്റും. ഹലോ ദിനു. ഇവന്മാരവിടെ നിൽക്കും. ഇവിടെയൊന്നും ആളെ കാണുന്നില്ല അല്ലേ? പക്ഷെ ഇവിടെ വരാണ്ട് വലിയ ആളെ കാണും. മോളിലുണ്ടെങ്കിലേ ഉള്ള ആള്. ആ നക്ഷത്രങ്ങളിലാണ് നമുക്ക് പോകാനുള്ളത്. നമ്മൾ ഇവിടെ നിന്നാണ് കഴിഞ്ഞോട് ചായ കുടിച്ചത്. ലീക്കട പമ്പ പമ്പ പമ്പ. ഏതാ മൂട്? നല്ല മൂട്. ഏതാ വൈബ്? തൊണ്ടേന്ന് പനിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവനോട് ചാടി ഇറങ്ങിയത്. തിരിച്ചിറങ്ങുമോ എന്തോ മല. നേരെ ഇറങ്ങി നമ്മൾ നേരെ പോകുന്നു അടുത്ത മെഡിക്കലിലോട്ടാണ്. അത് ഉറപ്പാണ്. ആ പമ്പയിലൊക്കെ എന്തൊരു അഴുക്കടാ വെള്ളത്തിന്. അങ്ങോട്ട് ഞാൻ സൂം ചെയ്യുന്നില്ല, നിങ്ങൾ കാരണങ്ങൾ അറിയാലോ. അതുകൊണ്ട് അപ്പൊ ഇവിടെ ഉണ്ട്. എല്ലാവരും കിടന്ന് ഫസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. കുളിക്കണ ചാകരാരൊക്കെ ആരെ കുളിക്കണ്ട? എല്ലാരും കുളിക്കണം. നീ കുളിക്കണ വ്ളോഗ് ഞാൻ ഇതിലെടുക്കും. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ്. ഓ മോനെടാ ഇനിടാ ഗായ്സ്. പമ്പയുടെ സൈഡിൽ ഒരുത്തം കിടന്ന് ഉറങ്ങണ്. മോനെടാ എണീടാ. ഇവിടെയൊക്കെ ഭയങ്കര ആളാണ്. നമ്മളെ ചേച്ചിക്ക് നമ്മളോട് ഭയങ്കര സ്നേഹം ഒരുക്കുന്നു. ചേച്ചി സ്നേഹം കൊണ്ട് പറഞ്ഞില്ല പണി എന്നായിരുന്നു. ഇത്രയെങ്കിലും ഉണ്ട്. ഇവിടെ നമുക്കിനി പാസ് എടുക്കണം. എന്തോ പറഞ്ഞ പാസ് എന്നല്ലല്ലോ. എന്ത് പറയുന്നത്? ഈ പാസ്സാ വെർച്വൽ. വെർച്വൽ നമ്മളെ ചാർജ് ഉള്ളതാണ്. ഏറ്റവും വലിയ പവർ ബാങ്കും എടുക്കാൻ പറ്റില്ല. ഓക്കെ ഞങ്ങൾ പോയിട്ട് കാണാൻ. ഇതൊക്കെ ഇപ്പൊ ഫോട്ടോ എടുത്ത് ഗൈസ് അവിടെ ഒരാള് പുള്ളിക്കാരൻ അതിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് ഗൈസ്. ഉറങ്ങിപ്പോയി. ഉറങ്ങി വീട്. ശരിക്കാനൊന്നും പാടില്ലടാ. പക്ഷെ വയ്യ. ചിരിക്കണോ കരയണോ ഇതെന്ത് അവസ്ഥ? ശരംകുത്തിരവിടെ വന്നെയാണ്. ഇപ്പോഴാണ് ഒരു പയ്യ അവിടെ നിന്ന് പെടുക്കണം. എന്തിനു പറയാനെന്ന് പറയാ. ശരംകുത്തി കുത്താൻ പോയാണ് നമ്മള്. കുത്താൻ പോലും പറ്റില്ല സാധനം.
നമ്മളിപ്പോൾ സന്നിധാനത്തെത്തിയിട്ടുണ്ട്. ഇവിടെ തേങ്ങ ഉടയ്ക്കണം. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഈ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട്. നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ആഴ്ച അവിടെ വെച്ച് ബാക്കി വീഡിയോ എടുക്കാം. തേങ്ങ നമ്മളെ നേരെ അരോണ മേടിക്കാൻ വേണ്ടി പോയിട്ട് ആളെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ആളായിരുന്നു. ഇനിയിപ്പോൾ അരോണ മേടിക്കാൻ പോവുകയാണ്. അതിനുശേഷം തേങ്ങ ഇരിപ്പുണ്ട്, അതൊന്ന് ആഴിയിലെറിയണം. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് തന്നെ പോകണം. ആടിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ആഴി ഇവിടെ നമുക്ക് നെയ്ത്തേങ്ങ അറിയണം. ഇതാണ് അച്ചു നെയ്ത്തേങ്ങ അറിയണം. അവൻ്റെ നെയ്ത്തേങ്ങ അറിഞ്ഞ് ഇത് പിടിക്കുമോ? അത് നമുക്ക് നമ്മളെ നെയ്ത്തേങ്ങ എടുക്കാം. നെയ്ത്തേങ്ങ എവിടെ? ഓക്കെ, മിഷൻ ഡൺ. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇപ്പോൾ മലയൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കടയിലൊന്ന് ബജി കഴിക്കുന്നു, കോഫി കുടിക്കുന്നു. മാല ഊരി കടക്കാരന് വലിയ പൊളപ്പാണ്, ഇടിയും മിക്കാറും കടക്കാരന് ഇങ്ങനെ മുളപ്പ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മല ഇറങ്ങി. അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ആകെ ക്ഷീണമൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മളവിടെ മാല ഊരാൻ വേണ്ടി ഇവിടെ നിന്നാണ് മാല വരുന്നത്. അപ്പോൾ അതിന് കുളിക്കാൻ വേണ്ടി കൊണ്ടുവന്നുണ്ട്. പയ്യന്മാരെല്ലാം ഉണ്ട്, പാവന്മാരെല്ലാം ആണ് ഇപ്പോൾ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് കുളിച്ച് മാല ഊരിയിട്ട് ഇവിടെ ഹോട്ടലുണ്ട്, ഹോട്ടൽ പമ്പ. ഇവിടെ നിന്ന് പറ്റുമെങ്കിൽ കഴിക്കണം. അതിനുശേഷം റൂം എടുത്തിട്ടുണ്ട്. അതാണ് ക്ഷീണമായതുകൊണ്ട് വണ്ടി ഓടിക്കാനൊന്നും വയ്യ. ഞങ്ങൾ റൂമിൽ പോയി ഫസ്റ്റ് എടുത്തിട്ടൊക്കെ പോകത്തുള്ളൂ. ഇറങ്ങണം, തണുപ്പുള്ള വെള്ളം വണ്ടി നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. ഇങ്ങനെ ഉണ്ടായി എന്തോ. വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അത് വരുന്നത്. എന്തരാണ് കുട്ടി ഇവിടെ കേട്ട് വണ്ടി ലോക്ക് ചെയ്യാറാ. ഇപ്പൊ അൺലോക്ക് ആയിരുന്നു, ഒന്നുകൂടെ ചെയ്യാന്ന്. അഴുക്കില്ലല്ലോ അവിടെ നിന്ന്. ഓ പൊന്നേ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Hallelujah,